റബ്ബർ കൃഷിക്കാരുടെ ഒരു വലിയ പ്രശ്നമാണ് ഒട്ടുകറ ഉണങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടുകറ ഉണങ്ങുക എന്ന് പറയുമ്പം റബ്ബർ കൃഷിക്കാരുടെ വീട് ചെന്ന് കഴിഞ്ഞാൽ അറിയാം, സാധാരണഗതിയിൽ വലിയൊരു ഫൗൾ സ്മെല്ല് കാണാം. അതിൻ്റെ കാരണം ഒട്ടുകറ എന്ന് പറഞ്ഞാൽ റബ്ബർ ലാറ്റക്സിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ധാരാളം. പ്രോട്ടീൻ ലീക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫൗൾ സ്മെല്ലാണ് മാംസം അഴുകുമ്പോഴുള്ള ഗന്ധം. ഇത് ഒരു ശാപമാണ് ശരിക്കും കൃഷിക്കാർക്ക്. റബ്ബർ കൃഷി നല്ലൊരു കൃഷിയാണ്, എല്ലാം കൊണ്ടും നല്ലതെന്ന് പറയാം, അല്പം ലാഭമുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒട്ടുകറ ഉണക്കുന്നത് ആ വീടിനെ തന്നെ മലീമസമാക്കും. ആരെങ്കിലും നമുക്ക് പുതിയതായിട്ട് വരികയാണെങ്കിൽ എന്താ ഇവിടെ സ്മെല്ലെന്ന് ചോദിക്കും. അപ്പോൾ ഇതിന് വെയിലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒട്ടുകറ ചാക്കിനകത്ത് കെട്ടി വെക്കും. അത് കഴിഞ്ഞൊരു വെയിൽ വരുമ്പം നമ്മുടെ വീട്ടിലുള്ളവരോ ജൈവിക്കാരോ കൊണ്ടുവന്നത് മുറ്റത്ത് നിരത്തി കഴിഞ്ഞിട്ട് ഒരു അല്പസമയം കഴിയുമ്പോൾ അവിടെ മൺസൂൺ സീസണിൽ എപ്പോഴും മഴ പെയ്തില്ലെങ്കിലും വെയിൽ കാണും. അത് കഴിഞ്ഞാൽ ഒരു കോൾ വരും, അപ്പോൾ മഴ പെയ്യും. നനയാതിരിക്കാൻ വേണ്ടി വാരി കൊണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ആണെങ്കിൽ പോലും വന്ന് ചാക്കിനകത്ത് വിരിച്ച് കയറ്റിക്കൊണ്ട് വെക്കും. അത് ചിലപ്പോൾ 2 ദിവസം ഇരുന്നിരിക്കും വെയിൽ വരാത്തതുകൊണ്ട്. ആ സമയത്താണ് ഈ സ്മെല്ലുണ്ടാകുന്നത്. പിന്നെ പൊട്ടിച്ചിടുന്ന സമയത്ത് ദുസ്സഹമായ ഗന്ധമായിരിക്കും. അപ്പം അത് വീട്ടിൽ ഉള്ളവർ ഊണ് കഴിക്കുമ്പോൾ പോലും ഇങ്ങനെ ഓടി ഇറങ്ങേണ്ടതായിട്ട് വരുമ്പോൾ അതിനൊരു അവസാനം വരുത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് 24 മണിക്കൂറും ഇത് നമ്മുടെ ഈ ഡ്രയറിൽ കിടന്നാൽ പോലും ഇത് മഴ നനയരുത്, വെയിൽ അതുപോലെ കിട്ടുകയും വേണം. അതിന് പറ്റിയ മെറ്റീരിയലാണ് ഞാൻ കിണറിന് ഇട്ടിരിക്കുന്ന പോലെ പോളികാർബണേറ്റ് ഷീറ്റ്. അത് തന്നെ ഇട്ട് ഞാനൊരു കൂര ഉണ്ടാക്കിയിരിക്കുകയാണത്. ഇതിൽ എനിക്കൊരു ദിവസം 6-7 കിലോഗ്രാം ഒട്ടുകറ കിട്ടും. ഇതൊരു ദിവസത്തെയാണ്. ഇത് ഇങ്ങനെ നിരത്തി ഇട്ടതിന് ശേഷം അടുത്ത ദിവസം വിട്ട് വരുമ്പോൾ മറിച്ചിടും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഇത് ഉണങ്ങി എടുത്ത് സ്റ്റോറിൽ വാരിയിട്ടാവും. അപ്പം ദുർഗന്ധമില്ല. അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് അസഹ്യതയില്ല. ഓടിയിറങ്ങി മഴ ചാറുമ്പോൾ ഓടിയിറങ്ങി വാരേണ്ട കാര്യമില്ല. തിരിച്ചും പിന്നെയും കൊണ്ടുവന്ന് വെച്ച് ഈ നാറ്റം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് സോളാർ ഡ്രയറാണ്, ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട. ഇത് നിർമ്മിച്ചിട്ടിപ്പം 4-5 വർഷമായി, ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നു. സിമ്പിൾ പരിപാടിയാണ്, ഏത് വീടുകൾക്ക് എപ്പം മഴ പെയ്താലൊന്നും ഒരു കുഴപ്പമില്ല, വെള്ളം വീഴത്തില്ല. പോളികാർബണേറ്റ് ഷീറ്റാണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും, നല്ലതായിട്ട് ഉണങ്ങി കിട്ടും. ഇത് പിറ്റേ ദിവസം വരുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഇളക്കി ഇട്ടാൽ മാത്രം മതി. ഞാൻ തിരിച്ചു വയ്ക്കും. എൻ്റെ ആവശ്യമില്ല വാസ്തുവിൽ. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം വരും കിടത്തേ ഉള്ളൂ. ഇപ്പോൾ ടൈലാണ്, വെള്ള ടൈലാകുമ്പോൾ ചൂട് മുഴുവൻ കിട്ടും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കുര്യൻ സാറിൻ്റെ കണ്ടുപിടുത്തമാണ് അത്. എല്ലാ റബ്ബർ കർഷകർക്കും ഉള്ള ഈ റബ്ബറിൻ്റെ ഒട്ടുകറ ഉണങ്ങാൻ വേണ്ടിയുള്ള, അതായത് മുറ്റത്തൊക്കെ കൊണ്ടിടുന്നതിന് പകരം നമുക്ക് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. വേറെ കരിയിലയോ മണ്ണോ ഇതൊന്നും പറ്റത്തില്ല. നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടുന്ന ഒരു സോളാർ ഡ്രയർ. അപ്പം എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും. ഇത് കണ്ടിട്ട് വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ സാറേ? ചോദിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഈ പുതിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളും താല്പര്യമുള്ളവർ ചെയ്യും, അല്ലാത്തവർ ഇതിനെ ശപിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ആളുടെ പുതിയുള്ള സ്വഭാവം. അതിനെക്കുറിച്ച് നമ്മൾ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല.